തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. വിശുദ്ധ വേദപുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകം. ദൈവം മാനവകുലത്തെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് തൻ്റെ ഏകജാതനായ യേശുവിനെ കാൽവറിയിൽ ലോകത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് 3 ആണികളിൽ മരക്കുരിശിൽ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ ദൈവം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ, അടുത്തറിയുന്നത് പോലെ ആരും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദൈവം എന്താണ് അറിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ദൈവം കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും അടക്കി വാഴുന്ന പാപത്തിൻ്റെ അടിമത്വത്തെ ദൈവം കണ്ടു. ദൈവം കണ്ടൊരു കാഴ്ചയുണ്ട്. സകല മനുഷ്യരും മരണമെന്ന ശത്രുവിൻ്റെ മുൻപിൽ കീഴടങ്ങുകയാണ്. ദൈവം അത് കണ്ട് മാനവകുലത്തോട് മനസ്സലിഞ്ഞ് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തിരുവചനം പറയുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പോൾ നാം എല്ലാവരും മരിച്ചു. നമുക്ക് പകരമായിട്ടാണ് യേശു മരിച്ചത്. നിങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ദൈവം കണ്ടപ്പോൾ, പാപത്തിൽ ഇങ്ങനെ തുടർന്നാൽ മരണത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുന്ന കാഴ്ച, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം മരണം നിങ്ങളെ ബാധിക്കുന്നത് ദൈവം കണ്ടു. മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ, നിത്യനരകത്തിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾക്ക് പകരമായിട്ടാണ് അവൻ ക്രൂശിൽ മരിച്ചത്. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. എല്ലാം അവൻ ചെയ്തിട്ടുണ്ട്. മരണമാണ് ഏറ്റുവാങ്ങിയത്, ശിക്ഷയാണ് ഏറ്റുവാങ്ങിയത്. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ രക്ഷകനെന്ന് ഞാൻ അറിയുന്നു. എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ സമർപ്പിച്ചാൽ, ഇന്നു മുതൽ അവിടെ നിൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനുമാണെന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചാൽ, നിങ്ങൾ ഒരു നാളും നശിച്ചു പോകുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകുകയില്ല. അവർക്ക് നിത്യ ജീവനുണ്ടാകും. നിങ്ങൾ മരണത്തെ ജയിച്ചിരിക്കും. കാരണം യേശുക്രിസ്തു നിങ്ങളുടെ മരണം ഏറ്റെടുത്തിരിക്കുകയാണ്. മരണം നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.